ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു റൈസ് ടു ആർ. അപ്പോൾ നമ്മൾ ഇന്ന് ഈ വീഡിയോ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന നമ്മുടെ സോഷ്യോളജിയുടെ നമ്മുടെ സിലബസ് വൈസ് ഉള്ള ഒരു ചാപ്റ്റർ വൈസ് ഡിസ്കഷൻ ആണ്. ഈ ഒരു ചാപ്റ്റർ നമ്മൾ പ്രീവിയസ് ഇയർ ആൻഡ് പോസിബിൾ ക്വസ്റ്റ്യൻസ് എന്ന രീതിയിൽ പറയുന്നില്ല. കാരണം ഓൾമോസ്റ്റ് എല്ലാ ടോപ്പിക്സും നമുക്ക് കവർ ചെയ്യേണ്ടതായ ആവശ്യമുണ്ട്. അങ്ങനെ പർട്ടിക്കുലർ ആയിട്ട് എടുത്ത് പഠിക്കേണ്ടതായ ഒന്നുമില്ല. എല്ലാം നമുക്ക് പഠിക്കാവുന്നതേ ഉള്ളൂ. ഒരുപാട് അങ്ങനെ വാസ്റ്റ് ആയിട്ടുള്ള ടോപ്പിക്സും കാര്യങ്ങളും ഒന്നുമില്ല. നമുക്ക് എത്രയും ഈസി ആയിട്ട് ക്യാച്ചപ്പ് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പൊ നമുക്ക് ഓരോ ചാപ്റ്ററിലെയും ഓരോ പോയിന്റ്സ് വെച്ച് നമുക്ക് ഡിസ്കസ് ചെയ്തു പോകാം. എന്തൊക്കെയാണ് ഓരോ പോയിന്റ്സ് എടുത്ത് ക്വസ്റ്റ്യൻ ചോദിക്കുകയാണെങ്കിൽ എന്തൊക്കെ ആഡ് ചെയ്യേണ്ടത്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഈ വീഡിയോയിലൂടെ നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. നമുക്കപ്പോൾ ഡയറക്റ്റ് വീഡിയോയിലേക്ക് പോവാം. നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ വരുന്നത് ഇൻട്രൊഡക്ഷൻ ചാപ്റ്റർ ആണ്. അതിൻ്റെ അകത്ത് നമുക്ക് മെയിൻ ആയിട്ടും പഠിക്കേണ്ട പോയിന്റ്സ് എന്ന് പറഞ്ഞിരിക്കുന്ന ടോപ്പിക്സ് എന്ന് പറയുന്നത് ഡെഫിനിഷൻ, നേച്ചർ, സ്കോപ്പ് ഓഫ് സോഷ്യോളജി, അതുപോലെ നഴ്സിംഗ് ഇംപ്ലിക്കേഷൻ ഇൻ സോഷ്യോളജി. ഈ 4 ഹെഡിങ് ആണ് ഇതിൻ്റെ അകത്ത് വരുന്നത്. ഇതിൻ്റെ അകത്ത് ഈ 4 ഹെഡിങ്ങും നമുക്ക് എക്സാമിന് essay ആയിട്ട് വരാം, 5 മാർക്കിനായിട്ട് വരാം, എങ്ങനെ വേണമെങ്കിലും വരാൻ ചാൻസ് ഉള്ളതാണ്. അതുകൊണ്ടാണ് ഫസ്റ്റ് നമ്മൾ പഠിക്കേണ്ടത് ഡെഫിനിഷൻ ഓഫ് സോഷ്യോളജി ആണ്. അത് 1 or 2 ഡെഫിനിഷൻ, ആ ഡെഫിനിഷൻ ആരാണ് പറഞ്ഞത് എന്നത് സഹിതം നന്നായിട്ടൊന്ന് പഠിച്ചിരിക്കാൻ ഓർക്കാം. പിന്നെ വരുന്ന നേച്ചർ ആണ്. നേച്ചർ ഓഫ് സോഷ്യോളജി എന്ന് പറയുമ്പോഴത്തേനും കുറച്ച് ഹെഡിങ്സ് ആണ് വരുന്നത്. ആ ഹെഡിങ്സ് മാത്രം കൃത്യമായിട്ടൊന്ന് നോക്കി വെക്കുക. അതിൻ്റെ ഉള്ളിലുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാവുന്ന രീതി, നിങ്ങൾ മനസ്സിലാക്കിയ രീതിയിൽ എഴുതി വെക്കാൻ ശ്രമിക്കുക. അല്ലാതെ ഇതെല്ലാം കാണാപ്പാഠം പഠിച്ചിട്ട് പോയി എഴുതേണ്ട ഒരു ആവശ്യമില്ല. ഹെഡിങ്ങുകൾ മറക്കാതെ നന്നായിട്ട് പഠിച്ചു വെക്കുക. ഞാൻ നേച്ചർ ഓഫ് സോഷ്യോളജിക്കകത്ത് വരുന്ന മെയിൻ ആയിട്ടുള്ള പോയിന്റ്സ് ഏതൊക്കെയാണെന്ന് ഞാനൊന്ന് പറയാം. ഇറ്റ് ഈസ് എ സോഷ്യൽ സയൻസ്. ഇറ്റ് സ്റ്റഡീസ് ഹ്യൂമൻ റിലേഷൻഷിപ്സ്. ഇറ്റ് ഈസ് സയന്റിഫിക് ആൻഡ് സിസ്റ്റമാറ്റിക്. It is objective and evidence-based. It studies both social disorders and social changes. ഈ 5 മെയിൻ പോയിന്റ്സ് ആണ് നേച്ചർ ഓഫ് സോഷ്യോളജിക്കകത്ത് വരുന്നത്. ഇതിന്റെ ഒരു എക്സ്പ്ലനേഷൻ സ്വന്തമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാനൂടി ഒന്ന് അറിഞ്ഞിരിക്കുക. അടുത്തത് പറയുന്നത് സ്കോപ്പ് ഓഫ് സോഷ്യോളജി ആണ്. സ്കോപ്പ് ഓഫ് സോഷ്യോളജി അത്യാവശ്യം വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇത് വിട്ട് കളയാൻ പാടില്ല. ഈ സ്കോപ്പ് ഓഫ് സോഷ്യോളജി ചോദിക്കുകയാണെങ്കിൽ നമ്മൾ എഴുതേണ്ടത് എന്ന് പറയുന്നത് മെയിൻ ആയിട്ട് 2 ഡിഫറെന്റ് വ്യൂസ് ആണ് വരുന്നത്. നമ്മുടെ പല സോഷ്യോളജിസ്റ്റ് അവരുടെ തോട്ട് 2 രീതിയിലാണ് ഡിഫറൻഷിയേറ്റ് ചെയ്തിട്ടാണ് നമ്മൾ ഈ സ്കോപ്പിന്റെ അത് പഠിക്കുന്നത്. ആ 2 സ്കൂൾ ഓഫ് തോട്ട്സ് എന്ന് പറയുന്നത് സ്പെഷ്യലിസ്റ്റ് അല്ലെങ്കിൽ സിന്തറ്റിക് സ്കൂൾ ഓഫ് തോട്ട്സ് എന്നാണ് പറയുന്നത്. ആ 2 ആയിട്ട് തിരിച്ചിട്ടുണ്ട്. അപ്പൊ സ്കോപ്പ് ഓഫ് സോഷ്യോളജി ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ മറക്കാതെ ഇൻക്ലൂഡ് ചെയ്യേണ്ട പോയിന്റ്സ് ഈ 2 എണ്ണമാണ്. ഈ 2 ഡിഫറെന്റ് വ്യൂസ് ഓഫ് ഡിഫറെന്റ് സോഷ്യോളജിസ്റ്റ് ആണ്. ഓക്കെ, അത്രയാണ് നമ്മുടെ സ്കോപ്പ് ഓഫ് സോഷ്യോളജി വരുന്നത്. നെക്സ്റ്റ് എന്ന് പറയുമ്പോൾ സിഗ്നിഫിക്കൻസ് ഓഫ് സോഷ്യോളജി ഇൻ നഴ്സിംഗ്. ഇനി അതിൻ്റെ അകത്ത് വരുന്ന പോയിന്റ്സ് ഏതൊക്കെയാണെന്ന് കാണാം. ഇത് നമുക്കറിയാവുന്ന രീതിയിലുള്ള പോയിന്റ്സ് നമുക്ക് സ്വന്തമായിട്ട് എഴുതാവുന്നതേ ഉള്ളൂ. ഇത് ഒരുപാട് പ്രത്യേകിച്ച് പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല. എങ്ങനെയൊക്കെയാണ് നമുക്ക് സോഷ്യോളജി നമ്മുടെ നഴ്സിംഗ് കരിയറിൽ എങ്ങനെ നമുക്ക് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും. ഒരു പോയിന്റ് എന്ന് പറയുന്നത് അണ്ടർസ്റ്റാൻഡ് ദ പേഷ്യന്റ് ബിഹേവിയർ. ഓരോ പേഷ്യൻസിന്റെ ബിഹേവിയർ മനസ്സിലാക്കാൻ നമ്മളെ സഹായിക്കും. പ്രൊമോട്ട്സ് എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ. അതുപോലെ പ്രൊവൈഡ് കൾച്ചറലി കോമ്പീറ്റന്റ് കെയർ. അത് വൺ ഓഫ് ദി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്. നമ്മൾ ഓരോ ആൾക്കാരുടെ സോഷ്യൽ കൾച്ചർ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്ക് കൾച്ചറലി കോമ്പീറ്റന്റ് ആയിട്ടുള്ള ഒരാൾക്കാരുടെ കൾച്ചർ മനസ്സിലാക്കിയിട്ടുള്ള കെയർ കൊടുക്കാൻ പറ്റത്തുള്ളൂ. അതുപോലെ നേഴ്സ് പേഷ്യന്റ് റിലേഷൻഷിപ്പ് ഇംപ്രൂവ് ചെയ്യാൻ സഹായിക്കും. അതുപോലെ ടീം വർക്ക് എൻകറേജ് ചെയ്യും. ടീം വർക്ക് തന്നെ നമ്മൾ പല കൾച്ചറൽ ബാക്ക്ഗ്രൗണ്ടിൽ നിന്നുള്ള ടീംമേറ്റ്സ് ആണെങ്കിൽ അവരുമായിട്ട് ഒത്തുപോകണമെങ്കിൽ തന്നെ നമ്മൾ ഇതിനെപ്പറ്റി ഒരു സോഷ്യോളജി അല്ലെങ്കിൽ ഈ ഒരു സ്റ്റഡീസ് ഒക്കെ നമ്മൾ ഹെൽപ്പ് ചെയ്യും. പിന്നെ ഹെൽപ്സ് ഇൻ കമ്മ്യൂണിറ്റി ഹെൽത്ത് നഴ്സിംഗ്. അതുപോലെ തന്നെ സപ്പോർട്ട്സ് ഹെൽത്ത് എഡ്യൂക്കേഷൻ. സോ ഇതൊക്കെയാണ് മെയിൻ ആയിട്ട് വരുന്ന പോയിന്റ്സ് എന്ന് പറയുന്നത്. ഇതെല്ലാം ഇൻക്ലൂഡ് ചെയ്ത് ഞാൻ പറയുന്നു മെയിൻ ഹെഡിങ് എഴുതുക, അതിന്റെ താഴെ എക്സ്പ്ലനേഷൻ കൊടുക്കുക. അപ്പൊ അത്രയാണ് നമ്മുടെ ഫസ്റ്റ് ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാനുള്ളത്. ഇനി നമുക്ക് സെക്കൻഡ് ചാപ്റ്ററിലേക്ക് പോവുകയാണെങ്കിൽ വരുന്നത് സോഷ്യൽ സ്ട്രക്ചർ എന്നാണ് ചാപ്റ്ററിന്റെ പേര്. അതിനാൽ നമുക്ക് കുറേയേറെ പോയിന്റ്സ് പഠിക്കാനുണ്ട്. നമുക്ക് ഓരോന്ന് വെച്ച് കാണാം. ആദ്യത്തെ പോയിന്റ് ബേസിക് കോൺസെപ്റ്റ് ഓഫ് സൊസൈറ്റി, കമ്മ്യൂണിറ്റി, അസോസിയേഷൻ, ഇൻസ്റ്റിറ്റ്യൂഷൻ. അങ്ങനെ 4 സോഷ്യൽ സ്ട്രക്ചേഴ്സിനെ പറ്റി പറയുന്നുണ്ട്. അപ്പൊ ഇതിന്റെ അകത്തുനിന്ന് നമുക്ക് ഈ ഒരു പോയിന്റ് അകത്തുനിന്ന് ചോദിക്കാൻ ചാൻസ് ഉള്ള ഡിഫറൻസ് ബിറ്റ്വീൻ എടുത്ത് ചോദിക്കാം. ഇപ്പൊ ഡിഫറൻസ് ബിറ്റ്വീൻ സൊസൈറ്റി ആൻഡ് കമ്മ്യൂണിറ്റി ചോദിക്കാം, അല്ലെ ഡിഫറൻസ് ബിറ്റ്വീൻ അസോസിയേഷൻ ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് ചോദിക്കാം. അപ്പൊ എന്താണെങ്കിലും നിങ്ങൾ ഈ 4 എണ്ണത്തിന്റെ ഓരോ ചെറിയ ഡെഫിനിഷൻ പഠിച്ചിരിക്കുക. നെക്സ്റ്റ് എന്ന് പറയുന്നത് പേഴ്സണൽ ഡിസോർഗനൈസേഷൻ ആണ്. സോ എന്താണ് പേഴ്സണൽ ഡിസോർഗനൈസേഷൻ? ഇറ്റ് ഈസ് ആൻ ഇന്നബിലിറ്റി ഓഫ് ആൻ ഇൻഡിവിജ്വൽ ടു അഡ്ജസ്റ്റ് ടു ദ സൊസൈറ്റി ഡ്യൂ ടു പേഴ്സണൽ, ഇമോഷണൽ ഓർ സോഷ്യൽ പ്രോബ്ലംസ്. ഒരു വ്യക്തിക്ക് സൊസൈറ്റി ആയിട്ട് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഒരു ബുദ്ധിമുട്ട്, അതിനാണ് നമ്മൾ പേഴ്സണൽ ഡിസോർഗനൈസേഷൻ എന്ന് പറയുന്നത്. അത് അതിന്റെ ഡെഫിനിഷൻ മാത്രമാണ്. പേഴ്സണൽ ഡിസോർഗനൈസേഷൻ 5 മാർക്കിന് എടുത്ത് ചോദിക്കാം. അതുകൊണ്ട് കാരണം അതിന്റെ കോസസ് ആയിട്ട്
അല്ലെങ്കിൽ അതിന്റെ ആഫ്റ്റർ എഫക്ട്സ് എന്തൊക്കെയാണ്, അതെങ്ങനെ നമുക്ക് പ്രിവെന്റ് ചെയ്യാം, അതെങ്ങനെ മാനേജ് ചെയ്യാം, അങ്ങനൊക്കെ പറഞ്ഞ് നമുക്കൊരു 5 മാർക്കിന് പോയിന്റ്സ് ഇൻക്ലൂഡ് ചെയ്ത് എഴുതാവുന്നതാണ്. സോ നെക്സ്റ്റ് എന്ന് പറയുന്നത് സോഷ്യൽ ഗ്രൂപ്പ് ആണ്. സോഷ്യൽ ഗ്രൂപ്പിന്റെ അകത്ത് എന്താണ് സോഷ്യൽ ഗ്രൂപ്പ്, ഡെഫിനിഷൻ പഠിച്ചിരിക്കണം. പിന്നെ അതുകൂടാതെ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ സോഷ്യൽ ഗ്രൂപ്പ് എടുത്ത് ചോദിക്കാം. അതുപോലെ തന്നെ ക്ലാസിഫിക്കേഷൻ ഓഫ് എ സോഷ്യൽ ഗ്രൂപ്പ് ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ്. അപ്പൊ എന്തൊക്കെയാണ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ സോഷ്യൽ ഗ്രൂപ്പ്? അപ്പൊ എന്തൊക്കെയാണ് ക്യാരക്ടറിസ്റ്റിക്സ് വരുന്നത്? ഫസ്റ്റ് എന്ന് പറയുന്നത് കോമൺ ഗോൾ ആയിരിക്കും. ഒരു പർട്ടിക്കുലർ സോഷ്യൽ ഗ്രൂപ്പിന് അവർക്കൊരു കോമൺ ആയിട്ടുള്ള ഒരു ഗോൾ കാണും, കോമൺ ഒരു എയിം കാണും. അതുപോലെ ഇന്ററാക്ഷൻ, അവരുമായിട്ട് എപ്പോഴും ഇന്ററാക്ട് ആയിരിക്കും. അതുപോലെ തന്നെ യൂണിറ്റി, കോപ്പറേഷൻ, ഷെയർഡിനോ. നമുക്ക് എക്സാമ്പിൾ വേണമെങ്കിൽ നമ്മുടെ ക്ലാസ് റൂം സ്റ്റുഡൻസ് തന്നെ നമുക്കൊരു എക്സാമ്പിൾ ആയിട്ട് നമ്മളൊരു സോഷ്യൽ ഗ്രൂപ്പ്, ഒരു സ്റ്റുഡൻറ്റിലെ ഒരു ക്ലാസ് റൂമിൽ എല്ലാ സ്റ്റുഡൻസും ഒരു സോഷ്യൽ ഗ്രൂപ്പ് ആയിട്ട് കൺസിഡർ ചെയ്യുക. അപ്പോൾ നമുക്കുണ്ടാകുന്ന പ്രത്യേകതകൾ എന്തൊക്കെയാണ്, നമ്മുടെ ഫീച്ചേഴ്സ് അല്ല നമ്മുടെ ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണ്, അങ്ങനെ ഒന്ന് കമ്പയർ ചെയ്ത് പഠിച്ചാൽ കുറച്ചുകൂടി എളുപ്പമായിരിക്കും. പിന്നെ ക്ലാസിഫിക്കേഷൻ പറയുകയാണെങ്കിൽ പ്രൈമറി ഗ്രൂപ്പ് ഉണ്ട്, സെക്കൻഡറി ഗ്രൂപ്പ് ഉണ്ട്. അപ്പോൾ അത് വേണമെങ്കിൽ ഡിഫറൻസ് ബിറ്റ്വീൻ ചോദിക്കാം, ഡിഫറൻസ് ബിറ്റ്വീൻ പ്രൈമറി ഗ്രൂപ്പ് ആൻഡ് സെക്കൻഡറി ഗ്രൂപ്പ് എന്ന് ചോദിക്കാം. അപ്പൊ അതൊക്കെ ഒന്ന് നോക്കി വയ്ക്കുക. നെക്സ്റ്റ് എന്ന് പറയുന്നത് സോഷ്യൽ പ്രോസസ് ആണ്. സോഷ്യൽ പ്രോസസ്സിന്റെ അകത്ത് നമുക്ക് പഠിക്കാനുള്ളത് ഡെഫിനിഷൻ ഉണ്ട്, അതുപോലെ തന്നെ ഫോംസ് ഉണ്ട്. ഇപ്പൊ ഡെഫിനിഷൻ നോക്കി വയ്ക്കുക. അതിനുശേഷം ഫോംസ് അല്ലെങ്കിൽ ടൈപ്സ് വരുന്നത് ഏതൊക്കെയാണുള്ളത്? കോപ്പറേഷൻ ഉണ്ട്, കോമ്പറ്റീഷൻ ഉണ്ട്, കോൺഫ്ലിക്റ്റ് ഉണ്ട്, അതുപോലെ തന്നെ അക്കമഡേഷൻ, അസിമിലേഷൻ, ഐസൊലേഷൻ. ഇങ്ങനെ 6 ടൈപ്സ് ഓഫ് സോഷ്യൽ പ്രോസസ് ആണുള്ളത്. അപ്പൊ ഈ 6 ടൈപ്സ് സോഷ്യൽ പ്രോസസ്സ് എന്ന് ചോദിക്കുകയാണെങ്കിൽ, അല്ലെ ടൈപ്സ് എന്ന് മാത്രം എടുത്ത് ചോദിക്കുക, അങ്ങനെയാണെങ്കിൽ 6 നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ അറിഞ്ഞിരിക്കണം. അത് കൂടാതെ ഡിഫറൻസ് ബിറ്റ്വീൻ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇപ്പൊ അക്കമഡേഷൻ, അസിമിലേഷൻ ഡിഫറൻസ് ചോദിക്കാം, അല്ലെങ്കിൽ കോൺഫ്ലിക്റ്റ്, കോമ്പറ്റീഷൻ ഡിഫറൻസ് ചോദിക്കാം. അത് പ്രീവിയസ് ഇയർ ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ അങ്ങനെയൊക്കെ ഡിഫറൻസ് ചോദിക്കാനും ചാൻസ് ഉണ്ട്. നെക്സ്റ്റ് എന്ന് പറയുന്നത് സോഷ്യലൈസേഷൻ. സോഷ്യലൈസേഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. പ്രോസസ് ഓഫ് സോഷ്യലൈസേഷൻ നന്നായിട്ട് തന്നെ പഠിച്ചിരിക്കേണ്ട ഒരു ടോപ്പിക്കാണ്. അതുപോലെ തന്നെ ഏജൻസീസ് ഓഫ് സോഷ്യലൈസേഷൻ ഒന്ന് നോക്കിപ്പോണം. നമുക്ക് ഏതൊക്കെയാണ് ഏജൻസീസ് ഓഫ് സോഷ്യലൈസേഷൻ നോക്കാം. ഏജൻസീസ് ഓഫ് സോഷ്യലൈസേഷൻ വരുന്നത് ഏതൊക്കെയാണ്? മേജർ ഏജൻസീസ് വരുന്നത് നമ്മുടെ ഫസ്റ്റ് വൺ എന്ന് പറയുന്ന ഫാമിലിയാണ്. പിന്നെ സ്കൂൾ ഉണ്ട്, പിയർ ഗ്രൂപ്പ്, റിലീജിയൻ, മാസ് മീഡിയ, കമ്മ്യൂണിറ്റി, വർക്ക് പ്ലേസ്. ഇതൊക്കെയാണ് മേജർ ആയിട്ടുള്ള നമ്മുടെ ഏജൻസീസ് ഓഫ് സോഷ്യലൈസേഷൻ എന്ന് പറയുന്നത്. പിന്നെ വരുന്ന സോഷ്യൽ ചേഞ്ച് ആണ്. അതിന്റെ ഒരു നേച്ചർ, പ്രോസസ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. അതൊന്ന് നോക്കിയിരിക്കുക. നെക്സ്റ്റ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് സ്ട്രക്ചർ ആൻഡ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് അർബൻ, റൂറൽ ആൻഡ് ട്രൈബൽ കമ്മ്യൂണിറ്റി. അപ്പൊ നമുക്ക് പ്രീവിയസ് ഇയറിൽ ഫീച്ചേഴ്സ് ഓഫ് എ അർബൻ പോപ്പുലേഷൻ, ഫീച്ചേഴ്സ് ഓഫ് എ റൂറൽ പോപ്പുലേഷൻ എന്ന് രണ്ടും എടുത്ത് ചോദിച്ചിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ ക്യാരക്ടറിസ്റ്റിക്സ് നന്നായിട്ട് തന്നെ പഠിച്ചിരിക്കുക. അത് അർബന്റെയും പഠിക്കണം, റൂറലിന്റെയും പഠിക്കണം, ട്രൈബലിന്റെയും പഠിക്കണം. അത് മാറി ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ മേജർ ഹെൽത്ത് പ്രോബ്ലംസും ചോദിക്കാം. അതുപോലെ അതെങ്ങനെയാണ് അവർ ഓവർകം ചെയ്യാൻ അവർക്ക് സാധിക്കുന്നത്. മേജർ ഹെൽത്ത് പ്രോബ്ലംസ് എന്ന് മാത്രം ചോദിച്ചാലും നമ്മൾ ഹെൽത്ത് പ്രോബ്ലംസ് മാത്രം എഴുതാതെ ആ ഓവർകം ചെയ്യാൻ, മാനേജ് ചെയ്യാൻ എന്തൊക്കെ മെത്തേഡ്സ് അവർക്ക് ഫോളോ ചെയ്യാം, എന്തൊക്കെ കാര്യങ്ങൾ യൂസ് ചെയ്യാന്നൊക്കെ പറഞ്ഞ് പോയിന്റ്സ് കൂടി ആഡ് ചെയ്യുക. നെക്സ്റ്റ് എന്ന് പറയുന്നത് ഇമ്പോർട്ടൻസ് ഓഫ് സോഷ്യൽ സ്ട്രക്ചർ ഇൻ നഴ്സിംഗ് പ്രൊഫഷൻ. സോഷ്യൽ സ്ട്രക്ചറിന്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് ചോദിച്ചിരിക്കുന്നത്. നമ്മൾ ഫസ്റ്റ് പഠിച്ചില്ലേ ഇമ്പോർട്ടൻസ് ഓഫ് സോഷ്യോളജി ഇൻ നഴ്സിംഗ്. അതിൻ്റെ അകത്ത് പറഞ്ഞിരിക്കുന്ന ഏകദേശം ആ മെയിൻ പോയിന്റ്സ് ഒക്കെ തന്നെ ഇതിൻ്റെ അകത്ത് നമുക്ക് എഴുതാൻ കിട്ടത്തുള്ളൂ. സോ അത് തന്നെ എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതുക. നമുക്ക് തേർഡ് ചാപ്റ്ററിലേക്ക് പോകാം. തേർഡ് ചാപ്റ്റർ എന്ന് പറയുമ്പോൾ കൾച്ചർ ആണ്. കൾച്ചറിൻ്റെ അകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ട ഒരു ടോപ്പിക് എന്ന് പറയുന്നത് കൾച്ചറൽ സൊസൈറ്റി ആണ്. എന്താണ് കൾച്ചറൽ സൊസൈറ്റി എന്ന് ചോദിക്കാം, അല്ലാതെ അതിൽ 5 മാർക്കിന് തന്നെ എടുത്ത് ചോദിക്കാം. അത് കൂടാതെ ഡിഫറൻസ് ബിറ്റ്വീൻ കൾച്ചർ ആൻഡ് സിവിലൈസേഷൻ 2 മാർക്കിന് ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. പിന്നെ കൾച്ചറെ ഡിഫൈൻ ചെയ്യാൻ പഠിച്ചിരിക്കണം. ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ കൾച്ചർ നോക്കിയിരിക്കണം. ഞാൻ പിന്നെയും പറയാണ്, നിങ്ങൾ ഇതെല്ലാം കാണാപ്പാടും ചുമ്മാ പഠിക്കാതെ ജസ്റ്റ് ഇത് മനസ്സിലാക്കി പഠിക്കുകയാണെങ്കിൽ ഇതൊക്കെ സ്വന്തമായിട്ട് എഴുതാവുന്നതേ ഉള്ളൂ. ഈ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ കൾച്ചർ എന്ന് പറഞ്ഞ് ഒരു ബുക്കിലും ഇങ്ങനെ പക്കായിട്ട് എഴുതി വെച്ചിട്ടില്ല ഈ ക്യാരക്ടറിസ്റ്റിക്സേ ഉള്ളൂ ഇതിന് എന്ന് പറഞ്ഞ്. നമുക്കത് മനസ്സിലാക്കിയാൽ നമുക്ക് സ്വന്തമായിട്ട് എഴുതാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. അടുത്തെന്ന് പറയുന്നത് ഫാമിലി ആൻഡ് മാരേജ് ആണ്. ഇത് അത്യാവശ്യം വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ്. ഫാമിലി ആൻഡ് മാരേജിന്റെ അകത്ത് വരുന്ന ടോപ്പിക്സ്, ഫാമിലി ക്യാരക്ടറിസ്റ്റിക്സ് ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ്, ചോദിച്ചിട്ടുള്ളതുമാണ്. അതുപോലെ തന്നെ ഫങ്ഷൻസ് ഓഫ് എ ഫാമിലി വളരെ ഇമ്പോർട്ടന്റ് ആണ്. സോ എന്തൊക്കെയാണ് ഫങ്ഷൻസ് ഓഫ് എ ഫാമിലി? നമുക്കൊന്ന് ഓടിച്ചിട്ട് കാണാം. റീപ്രൊഡക്റ്റീവ് ഫങ്ഷൻ വരുന്നുണ്ട്, സോഷ്യലൈസേഷൻ ഫങ്ഷൻ, എക്കണോമിക് ഫങ്ഷൻ, പ്രൊട്ടക്റ്റീവ് ഫങ്ഷൻ,
എഡ്യൂക്കേഷണൽ ഫംഗ്ഷൻ, ഇമോഷണൽ ഫംഗ്ഷൻ, റിക്രിയേഷണൽ ഫംഗ്ഷൻ. ഇത്രയാണ് മെയിൻ ആയിട്ടുള്ള ഫംഗ്ഷൻസ് ഓഫ് ഫാമിലി വരുന്നത്. അടുത്തെന്ന് പറയുന്നത് നമ്മുടെ മാരേജ് ആണ്. മാരേജിന്റെ ഫോംസ് ഓഫ് മാരേജ്, അതുപോലെ തന്നെ അതിന്റെ ഇമ്പോർട്ടൻസ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് വായിച്ചിരിക്കുക. അതൊക്കെ ജസ്റ്റ് ഒന്ന് വായിച്ചിട്ടാൽ മതി, നിങ്ങൾക്ക് ഓർത്തിരിക്കാവുന്ന കാര്യങ്ങളേ ഉള്ളൂ അതിൻ്റെ അകത്ത്. പിന്നെ ഒരു വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് വരുന്നത്, ദാറ്റ് ഈസ് ഇൻഫ്ലുവൻസ് ഓഫ് മാരേജ് ആൻഡ് ഫാമിലി ഇൻ ഹെൽത്ത് റിലേറ്റഡ് പ്രോസസ്. ഫാമിലിക്കും ഹെൽത്ത് എന്നാണോ മാരേജിനും ഒക്കെ ഹെൽത്തിന് എന്ത് ഇൻഫ്ലുവൻസ് ആണ് ഉള്ളത് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ വരുന്നത്. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരികയാണെങ്കിൽ നമുക്ക് എന്തൊക്കെ പോയിന്റ്സ് ആഡ് ചെയ്യാം? ഫസ്റ്റ്, ഫിസിക്കൽ ഹെൽത്ത്. ഈ ഒരു ഫാമിലിയും മാരേജും എങ്ങനെയാണ് നമ്മുടെ ഫിസിക്കൽ ഹെൽത്ത് ഇംപ്രൂവ് ചെയ്യുന്നത്? സ്വന്തമായിട്ട് നമുക്കൊന്ന് ചിന്തിച്ചാൽ മനസ്സിലാക്കാൻ നമ്മൾ ഹെൽത്തി ആയിട്ട് ഈറ്റ് ചെയ്യാൻ സാധിക്കുന്നു, പ്രോപ്പർ ആയിട്ടുള്ള ലൈഫ് സ്റ്റൈൽ ഹാബിറ്റ്സ് ബിൽഡപ്പ് ചെയ്യാൻ പറ്റുന്നു. അതുപോലെ തന്നെ നമുക്ക് എന്തെങ്കിലും രോഗാസുഖമൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ നമുക്ക് പ്രോപ്പർ ആയിട്ടുള്ള കെയറിങ് കിട്ടുന്നു. അതുപോലെ റെഗുലർ ആയിട്ടുള്ള ഹെൽത്ത് ചെക്കപ്പ് കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുന്നു. അങ്ങനെയാണ് ഫിസിക്കൽ ഹെൽത്ത് നമുക്ക് ഇംപ്രൂവ് ചെയ്യാൻ പറ്റുന്നത്. മെന്റൽ ആൻഡ് ഇമോഷണൽ പ്രത്യേകിച്ച് പറയണ്ട, ലവ്, കെയറിങ്, അഫെക്ഷൻ അതൊക്കെ കിട്ടിക്കഴിയുമ്പോൾ പ്രോപ്പർ ആയിട്ട് നമുക്ക് മെന്റലി കുറച്ചുകൂടി സ്ട്രെങ്തൻ ആവാൻ പറ്റും. അതുപോലെ തന്നെ നമുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നമുക്ക് ഫാമിലി ഉണ്ടെങ്കിൽ ഷെയർ ചെയ്യാൻ പറ്റും. അതൊക്കെ. നെക്സ്റ്റ് നമ്മൾ സോഷ്യൽ ഹെൽത്ത്. നമ്മൾ എപ്പോഴും സോഷ്യലൈസേഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന ഇവിടെ ഫാമിലിയിലാണ്. നമ്മൾ ഫാമിലിയിലാണ് പരസ്പരം സംസാരിച്ച് നല്ല സോഷ്യലായി, പിന്നീടാണ് നമ്മൾ സൊസൈറ്റിയിലേക്ക് ഇറങ്ങി ഒരു കമ്മ്യൂണിറ്റി ആയിട്ട് സംസാരിച്ച് കുറച്ചുകൂടി നമ്മൾ ഇംപ്രൂവ് ചെയ്യുന്നത്. അപ്പൊ എപ്പോഴും സോഷ്യലൈസേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് ഫാമിലിയിലാണ്. ദെൻ നെക്സ്റ്റ് എന്ന് പറയുന്നത് എക്കണോമിക് സപ്പോർട്ട്, അല്ലെ? നമുക്ക് എന്തുണ്ടെങ്കിലും നമുക്ക് എക്കണോമിക്കലി വീക്ക് ആവുന്ന സമയത്ത് നമുക്ക് എക്കണോമിക്കലി നമ്മളെ സഹായിക്കുന്ന നമ്മുടെ ഫാമിലി ആയിരിക്കും. നെക്സ്റ്റ് ചൈൽഡ് ഹെൽത്ത് ആൻഡ് ഡെവലപ്മെന്റ്. ഫാമിലിയിലാണ് നമ്മുടെ ഒരു ചൈൽഡിന്റെ പ്രോപ്പർ ആയിട്ടുള്ള, അത് നല്ലതായിരിക്കാം ചീത്തയായിരിക്കണം, എങ്ങനെയാണെങ്കിലും ചൈൽഡിന്റെ ഡെവലപ്മെന്റ് നടക്കുന്നത് ഫാമിലിയിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ ഇത്രയൊക്കെയാണ് ഇൻഫ്ലുവൻസ് ഓഫ് മാരേജ് ആൻഡ് ഫാമിലി ഇൻ ഹെൽത്ത് റിലേറ്റഡ് പ്രാക്ടീസസ് എന്ന് പറയുന്നത്. നമുക്ക് ഇനി അഞ്ചാമത്തെ ചാപ്റ്ററിലേക്ക് പോവാം. അഞ്ചാമത്തെ ചാപ്റ്റർ വരുന്നത് സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ. സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷനിൽ നമുക്ക് മെയിനായിട്ട് നമ്മൾ ഡെഫിനിഷൻ അറിഞ്ഞിരിക്കണം. എന്താണ് ഡെഫിനിഷൻ? നമ്മുടെ എൻ്റെ സൊസൈറ്റിയിലെ പല ഡിവിഷൻസ് ആയിട്ട് തിരിച്ചിരിക്കുന്നു. ബേസ്ഡ് ഓൺ നമ്മുടെ ഒക്കുപേഷൻ ആവാം, എഡ്യൂക്കേഷൻ ആവാം, നമ്മുടെ ക്ലാസ് ആവാം, കാസ്റ്റ് ആവാം, അതനുസരിച്ച് നമ്മളെ പല രീതിയിൽ തിരിച്ചിരിക്കുന്നു. അതിനെയാണ് നമ്മൾ സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ എന്ന് പറയുന്നത്. പിന്നെ വരുന്നതെന്ന് പറയുന്നത് അതിന്റെ ഫോംസ് ചോദിച്ചിട്ടുണ്ട്, ഫങ്ഷൻസ് ചോദിച്ചിട്ടുണ്ട്. ഇതെല്ലാം ഒന്ന് ജസ്റ്റ് വായിച്ചിരിക്കുക. അതുപോലെ തന്നെ ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരെണ്ണമാണ് പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ഇമ്പാക്ട് ഓഫ് കാസ്റ്റ് ഇൻ സൊസൈറ്റി. ഒരു കാസ്റ്റിന്റെ സൊസൈറ്റിയിലുള്ള പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ഇമ്പാക്ട്സ് ചോദിക്കാം. നമുക്ക് 5 മാർക്കിന് തന്നെ പ്രതീക്ഷിക്കാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ അത് ഏതൊക്കെയാണെന്ന് ജസ്റ്റ് ഒന്ന് ഓടിച്ചിട്ട് നോക്കാം. പോസിറ്റീവ് ഇമ്പാക്ട്സ് പറയുന്നത് പ്രിസർവ്സ് ട്രഡീഷൻ ആൻഡ് കൾച്ചർ, അതുപോലെ തന്നെ പ്രൊവൈഡ് സോഷ്യൽ ഐഡന്റിറ്റി, എൻകറേജ് സോഷ്യൽ സപ്പോർട്ട് വിത്തിൻ ദ കമ്മ്യൂണിറ്റീസ്, മെയിൻറ്റെയിൻസ് എ ട്രഡീഷണൽ ഒക്യുപ്പേഷൻ. ഇതൊക്കെയാണ് പോസിറ്റീവ് സൈഡ്സ് പറയുന്നത്. ഈ നെഗറ്റീവ് ആയിട്ടുള്ള ഇമ്പാക്ട് എന്ന് പറയുമ്പോൾ നമുക്കറിയാവുന്ന പോലെ ഡിസ്ക്രിമിനേഷൻ ഉണ്ട്, സോഷ്യൽ ഇൻഈക്വാലിറ്റി ഉണ്ട്, അതുപോലെ തന്നെ ലിമിറ്റ്സ് എംപ്ലോയ്മെന്റ്, അതുപോലെ എഡ്യൂക്കേഷൻ, അതുപോലെ കോസസ് സോഷ്യൽ കോൺഫ്ലിക്ട്സ്, അഫക്ട്സ് ആക്സസ് ടു ഹെൽത്ത് കെയർ. ഇതൊക്കെയാണ് നെഗറ്റീവ് ഇമ്പാക്ട്സ് ആയിട്ട് പറയുന്നത്. അടുത്തെന്ന് പറയുന്നത് സോഷ്യൽ മൊബിലിറ്റി ആണ്. സോഷ്യൽ മൊബിലിറ്റി ഒരു 5 മാർക്കിന് എഴുതാവുന്ന രീതി ഒന്ന് നോക്കി വെക്കണം. അതിൻ്റെ അകത്ത് മീനിങ്ങും പറഞ്ഞിട്ടുണ്ട്, ടൈപ്സും പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഇൻഫ്ലുവൻസ് ഓഫ് ക്ലാസ്, കാസ്റ്റ് ആൻഡ് റേസ് ഓൺ ഹെൽത്ത് എന്നൊരു പോയിന്റ് ഉണ്ട്. അത് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. നമ്മൾ നേരത്തെ മാരേജ് ആൻഡ് ഫാമിലിയുടെ ഇൻഫ്ലുവൻസ് ഓൾറെഡി പ്രീവിയസ് ഇയർ ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് വേണമെങ്കിൽ കാസ്റ്റ് ആൻഡ് റേസിന്റെ ഒക്കെ ഇൻഫ്ലുവൻസ് ചോദിക്കാം. അങ്ങനെ വരുവാണെങ്കിൽ ഇതൊക്കെ നമ്മുടെ തോട്ടിൽ നിന്ന് ചിന്തിച്ചിട്ട് ഏതാന്നുള്ളൂ. എങ്ങനെയൊക്കെയാണ് കാസ്റ്റും റേസും ഒക്കെ നമ്മുടെ ഹെൽത്തിൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്? ഒന്നെന്ന് പറയുന്നത് കാസ്റ്റിന്റെ ഡിസ്ക്രിമിനേഷൻ ഒക്കെ കാരണം നമുക്ക് പ്രോപ്പർ ആയിട്ടുള്ള ഹെൽത്ത് കെയർ ഒന്നും കിട്ടാതെ പോവാം. അതുപോലെ തന്നെ പുവർ സാനിറ്റേഷൻ കാരണം ഇവർക്ക് ഹെൽത്ത് പ്രോപ്പർ ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യാതെ വരാം. അതുപോലെ സോഷ്യൽ എക്സ്ക്ലൂഷൻ അഫക്ട്സ് മെന്റൽ ഹെൽത്ത്. ഓരോ ചില കാസ്റ്റിനൊക്കെ നമ്മൾ മാറ്റി നിർത്തുന്നത് വഴി അവരുടെ മെന്റൽ ഹെൽത്ത് ഡൗൺ ആവാൻ ചാൻസ് ഉണ്ട്. ഇങ്ങനത്തെ കോമൺ ആയിട്ടുള്ള പോയിന്റ്സ് ഇതിൻ്റെ അകത്ത് ആഡ് ചെയ്യാൻ ഓർക്കുക. അടുത്തെന്ന് പറയുന്നത് 6th ചാപ്റ്റർ ആണ്. 6th ചാപ്റ്റർ വരുന്നത് സോഷ്യൽ ഓർഗനൈസേഷൻ ആൻഡ് ഡിസ്ഓർഗനൈസേഷൻ. സോഷ്യൽ ഓർഗനൈസേഷന്റെ ഡെഫിനിഷൻ, അതുപോലെ തന്നെ ടൈപ്സ്, എലമെന്റ്സ് നോക്കിയിരിക്കുക. വോളണ്ടറി അസോസിയേഷൻ എന്ന് മാത്രമുണ്ട്. വോളണ്ടറി അസോസിയേഷൻസ് ഏതൊക്കെയാണെന്നൊന്ന് നോക്കിയിരിക്കുക. അതുപോലെ തന്നെ അതിന്റെ ഡെഫിനിഷൻ ഒരു 5 മാർക്കിന് എഴുതാവുന്ന രീതിയിൽ അറിഞ്ഞിരിക്കണം. മെയിൻ ആയിട്ടുള്ള എക്സാമ്പിൾസ് ഓഫ് വോളണ്ടറി ഓർഗനൈസേഷൻസ് എന്തൊക്കെയാണ് വരുന്നത്? ഇന്ത്യൻ റെഡ് ക്രോസ് സൊസൈറ്റി ഉണ്ട്, അതുപോലെ തന്നെ ഈ റോട്ടറി ക്ലബ്സ് അല്ലെങ്കിൽ NGOs, ഇതൊക്കെ എന്താണ് നമ്മുടെ വോളണ്ടറി ഓർഗനൈസേഷൻസ് ആണ്. സോ അതിനെപ്പറ്റി ഒന്ന് നോക്കിയിരിക്കുക. അടുത്തെന്ന് പറയുന്നത് സോഷ്യൽ സിസ്റ്റം ആണ്. എന്താണ് സോഷ്യൽ സിസ്റ്റം? Social system, it is a network of relationship
among the individuals and institutions that work together in the society. ഒരു സൊസൈറ്റിയിലെ മനുഷ്യന്മാരും ആ സൊസൈറ്റിയിൽ വർക്ക് ചെയ്യുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻസുമായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ദിസ് സോഷ്യൽ സിസ്റ്റം എന്ന് പറയുന്നത്. അതിന്റെ ഡെഫിനേഷൻ നോക്കുക. അതുപോലെ തന്നെ ടൈപ്സ് ഉണ്ട്, അതിന്റെ റോൾ ഉണ്ട്, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം നോക്കിയിരിക്കുക. നെക്സ്റ്റ് എന്ന് പറയുന്നത് സോഷ്യൽ കൺട്രോളും അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്താണ് സോഷ്യൽ കൺട്രോൾ? ഇറ്റ് ഈസ് ദ റെഗുലേഷൻ ഓഫ് ഇൻഡിവിജ്വൽ ആൻഡ് ഗ്രൂപ്പ് ബിഹേവിയർ ടു മെയിൻറ്റെയിൻ സോഷ്യൽ ഓർഡർ. നമ്മുടെ സൊസൈറ്റിയിൽ ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു ഓർഡർ, സോഷ്യൽ ഓർഡർ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി നമ്മൾ കുറച്ച് ഓരോ ഇൻഡിവിജ്വൽസിലും കുറച്ച് റെഗുലേഷൻസ് ഇത് ചെയ്യുന്നു. അതിനെയാണ് നമ്മൾ സോഷ്യൽ കൺട്രോൾ എന്ന് പറയുന്നത്. ഇപ്പൊ സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ നമുക്ക് ട്രാഫിക് റൂൾ ഉണ്ട്. ഒരു സോഷ്യൽ ഓർഡർ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയാണ് ആ ട്രാഫിക് റെഗുലേഷൻ, ട്രാഫിക് റൂൾസ് നമുക്ക് ഇംപ്ലിമെന്റ് ചെയ്തിരിക്കുന്നത്. അതെയാണ് സോഷ്യൽ കൺട്രോൾ എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് കാര്യങ്ങളൊക്കെ നോക്കിയിരിക്കുക. നെക്സ്റ്റ് എന്ന് പറയുന്നത് സോഷ്യൽ ഡിസോർഗനൈസേഷൻ ആണ്. വളരെ ഇമ്പോർട്ടന്റ് ആണ്. എന്താണ് സോഷ്യൽ ഡിസോർഗനൈസേഷൻ? ഇറ്റ് ഈസ് എ കണ്ടീഷൻ വൈ ദി സൊസൈറ്റി ഫെയിൽസ് ടു മെയിൻറ്റെയിൻ സോഷ്യൽ ഓർഡർ ലീഡിങ് ടു സോഷ്യൽ പ്രോബ്ലംസ്. സൊസൈറ്റിക്ക് പ്രോപ്പർ ആയിട്ട് നേരത്തെ പറഞ്ഞ സോഷ്യൽ കൺട്രോൾ അല്ലെ ഒരു ഓർഡർ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നില്ല, അങ്ങനെ സൊസൈറ്റിയിൽ ബ്രേക്ക് ഡൗൺസ് ഉണ്ടാകും. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, സോഷ്യൽ ഡിസോർഗനൈസേഷൻ എന്ന് പറയുന്നത്. അതിന്റെ മെയിൻ ആയിട്ടുള്ള കോസസ് അറിഞ്ഞിരിക്കേണ്ടതാണ്. പോവേർട്ടി ഉണ്ട്, അൺഎംപ്ലോയ്മെന്റ്, അർബനൈസേഷൻ, ഫാമിലി ബ്രേക്ക് ഡൗൺസ്, സബ്സ്റ്റൻസ് അബ്യൂസ്, ഇല്ലിറ്ററസി, ക്രൈം. ഇതൊക്കെയാണ് മെയിൻ ആയിട്ടുള്ള കോസസ് ഓഫ് സോഷ്യൽ ഡിസോർഗനൈസേഷൻ എന്ന് പറയുന്നത്. പിന്നെ അതിന്റെ കൺട്രോൾ ചെയ്യേണ്ട കാര്യങ്ങൾ അതൊക്കെ നിങ്ങൾക്ക് ചിന്തിച്ചാൽ കിട്ടാന്നേ ഉള്ളൂ. എങ്ങനെ കൺട്രോൾ ചെയ്യാം? സബ്സ്റ്റൻസ് അബ്യൂസ് പ്രിവെന്റ് ചെയ്യാനുള്ള കാര്യങ്ങൾ, അല്ലെ പ്രോപ്പർ ആയിട്ടുള്ള എഡ്യൂക്കേഷൻ കൊടുക്കുക, പോവർട്ടി ഒഴിവാക്കാനുള്ള, അല്ലെ പ്രോപ്പർ ആയിട്ടുള്ള ഹെൽത്ത് എല്ലാവർക്കും അവൈലബിൾ ആക്കുന്ന രീതിയിലുള്ള മെഷേഴ്സ് എടുക്കുക. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യുക. നെക്സ്റ്റ് എന്ന് പറയുന്നത് മേജർ സോഷ്യൽ പ്രോബ്ലംസ് ആണ്. അതും വളരെ ഇമ്പോർട്ടൻ്റ്. 2-3 തവണ പ്രീവിയസ് ആയിട്ട് ചോദിച്ചിട്ടുള്ളതാണ് മേജർ ഹെൽത്ത് പ്രോബ്ലംസ് ഓഫ് ഇൻ ഇന്ത്യ എന്ന്. അപ്പൊ മേജർ ഹെൽത്ത് പ്രോബ്ലംസ് ഏതൊക്കെയാണെന്ന് കൃത്യമായിട്ടൊന്ന് നോക്കി വയ്ക്കുക വിത്ത് എക്സ്പ്ലനേഷൻ. ഞാൻ പറയുന്നു, നിങ്ങൾ ഹെഡിങ് മാത്രം കൃത്യമായിട്ട് പഠിച്ചിരുന്നാൽ മാത്രം മതി. എക്സ്പ്ലെയിൻ ചെയ്യാൻ നിങ്ങളുടെ സ്വന്തം വാക്കിൽ എഴുതിയാൽ മാത്രം മതിയാവും. അടുത്തെന്ന് പറയുന്നത് വൾണറബിൾ ഗ്രൂപ്പ് ആണ്. ആരൊക്കെയാണ് വൾണറബിൾ ഗ്രൂപ്പ്സിൽ വരുന്നത്? ഡേർലി ഉണ്ട്, പേഴ്സൺസ് വിത്ത് ഡിസബിലിറ്റി ഉണ്ട്, വിമൻ, ചിൽഡ്രൻ, മൈനോറിറ്റി കമ്മ്യൂണിറ്റീസ്, ട്രൈബൽ പോപ്പുലേഷൻ, ഹോംലെസ് പീപ്പിൾ. ഇത്ര ആൾക്കാരാണ് വൾണറബിൾ ഗ്രൂപ്പിന്റെ അകത്ത് വരുന്നത്. അതൊരു 5 മാർക്കിനല്ല, വാട്ട് ഈസ് വൾണറബിൾ ഗ്രൂപ്പ് എന്ന് 2 മാർക്കിനൊക്കെ ചോദിക്കാം. പിന്നെ വരുന്ന ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് റൈറ്റ്സ്. ഫണ്ടമെന്റൽ റൈറ്റ്സ് ഓഫ് ആൻ ഇൻഡിവിജ്വൽ എടുത്ത് ചോദിക്കാം. അതുപോലെ തന്നെ റൈറ്റ്സ് ഓഫ് വുമൻ ആൻഡ് ചിൽഡ്രനും എടുത്ത് ചോദിക്കാം. റൈറ്റ്സ് ഓഫ് വുമൻ ആൻഡ് ചിൽഡ്രൻ ഓൾറെഡി ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അതുകൊണ്ടാണ് തന്നെ ഫണ്ടമെന്റൽ റൈറ്റ്സ് ഓഫ് ഇൻഡിവിജ്വലും കറക്റ്റായിട്ട് പഠിച്ചിരിക്കുക. ഞാൻ ലാസ്റ്റ് ചാപ്റ്ററിലേക്ക് വരികയാണെങ്കിൽ, ലാസ്റ്റ് ചാപ്റ്റർ വരുന്ന 7th ചാപ്റ്റർ ആണ്. 7th ചാപ്റ്ററിൽ ക്ലിനിക്കൽ സോഷ്യോളജി എന്നാണ് പറയുന്നത്. സോ ഡെഫിനിഷൻ എന്താണ് ക്ലിനിക്കൽ സോഷ്യോളജി എന്ന് നോക്കി വയ്ക്കുക. അതുകൂടാതെ സോഷ്യോളജിക്കൽ സ്ട്രാറ്റജീസ് ഫോർ ഡെവലപ്പിംഗ് സർവീസസ് ഫോർ ദി അബ്യൂസ്ഡ്, അങ്ങനെ ഒരു പോയിന്റ് കൊടുത്തിട്ടുണ്ട്. അപ്പൊ എന്തൊക്കെ സോഷ്യൽ സ്ട്രാറ്റജീസ് ആണ് നമുക്ക് ഫോളോ ചെയ്യാൻ പറ്റുന്നത്? അതിന്റെ കുറച്ച് സ്ട്രാറ്റജീസ് ഞാൻ പറഞ്ഞുതരാം. ഒന്ന്, ഏർലി ഐഡന്റിഫിക്കേഷൻ ഓഫ് അബ്യൂസ്. സെക്കൻഡ്, കൗൺസിലിംഗ് സർവീസ്. തേർഡ്, മെഡിക്കൽ കെയർ, legal assistance, rehabilitation, community awareness programs, women and child protection services, multidisciplinary team approach. ഇത്രയൊക്കെയാണ് ഇതിനകത്ത് വരുന്ന സ്ട്രാറ്റജീസ് എന്ന് പറയുന്നത്. അപ്പോൾ കൂട്ടുകാരെ, നമ്മൾ നമ്മുടെ സോഷ്യോളജിയുടെ 7 ചാപ്റ്റേഴ്സും ജസ്റ്റ് ഒന്ന് ക്വിക്കായിട്ടെല്ലാം ഒന്ന് ഓടിച്ചിട്ട് റിവൈസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ കമന്റ് ത്രൂ നമ്മളെ അറിയിച്ചാൽ മതി. നമ്മൾ അതനുസരിച്ച് ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. എല്ലാവരും നന്നായിട്ട് പഠിക്കുക, എക്സാമിന് നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക. എല്ലാവർക്കും നന്നായിട്ട് എക്സാം എഴുതാൻ സാധിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ലേണിംഗ്. ബൈ ബൈ.